മാത്രം മതി, യേശു മാത്രം മതി, അങ്ങ് മാത്രം മതി എനിക്ക്. യഹോവയേ കർത്താവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, നിന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ക്ഷമ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, യേശു മാത്രം മതി, അങ്ങ് മാത്രം മതി എനിക്ക്. പ്രാർത്ഥനയുടെ 17-ാം ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മേവർക്കും നൽകി തരുന്ന പരിശുദ്ധ സന്ദേശവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആസ്പദമായി യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം, ഒരു ശബ്ദം ഇങ്ങനെ ചോദിക്കുന്നു മറിയോട്: സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? പകൽക്കാലം എന്നെ വളരെയധികം ആഴമായി ചിന്തിപ്പിച്ച ഈ 17 ദിവസം പ്രാർത്ഥന പിന്തുടരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ചിന്തിപ്പിച്ച ഒരു വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവാത്മാവിന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ നാം ശരിക്കും ആരാഞ്ഞു നോക്കിയാണ് നമ്മുടെ പലപ്പോഴും പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യം സ്വർഗത്തെയോ സ്വർഗീയ സാന്നിധ്യത്തെയോ യേശുവിനെ അല്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ലൗകികമായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളൊക്കെയുമായിട്ടാണ് നാം ദൈവസ്ഥലിൽ ചെല്ലാറുള്ളത്. പക്ഷേ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തൻ്റെ വചനത്തിൽ എങ്ങും യേശു കർത്താവ് നമ്മോട് പറയുന്നില്ല നാം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന്. മറിച്ച് ഇങ്ങനെ പറയുന്നു: ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നാം എന്ത് കുടിക്കും, എന്ത് തിന്നും, എന്തിനെ തിരുന്നുള്ള വ്യാകുലതകൾ കൊണ്ട് നമ്മുടെ പലപ്പോഴും ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവത്തോട് അടുത്തുള്ള എല്ലാ രീതികളും ഈ ലോകത്തിൽ പലപ്പോഴും നാം എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ മറിയ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ആദ്യം ആ ഒഴിഞ്ഞ കല്ലറയെ കാണുകയാണ്. ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് പറയുന്നു. ശിഷ്യന്മാർ വന്ന് ഒഴിഞ്ഞ കല്ലറ കാണുന്നു. അവിടെ കല്ലറയ്ക്കകത്തിലേക്ക് ചെന്ന് വീണ്ടും നോക്കി യേശുക്രിസ്തുവിന്റെ തലയിൽ വെച്ചിരുന്ന റൂമാലും മറ്റുള്ള വസ്ത്രങ്ങളും ഒക്കെ കണ്ടിട്ട് അവർ മടങ്ങിപ്പോയി. എന്നാൽ മറിയ മാത്രം ആ കല്ലറ വിട്ടുപോകാതെ അവിടെ തന്നെ നിന്ന് കരയുകയാണ്. അതുകൊണ്ടാണ് സ്വർഗ്ഗദൂതൻ അവരോട് ചോദിക്കുന്നത്: മറിയെ, നീ എന്തിനാ കരയുന്നത്? അവിടെ മറിയ പറയുന്നൊരു കാര്യമുണ്ട്: എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. എനിക്ക് ഒഴിഞ്ഞ കല്ലറയല്ല കാണേണ്ടത്, എനിക്ക് വസ്ത്രമല്ല കാണേണ്ടത്, എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും ഒരു നന്മയുടെ വിളിമ്പല്ല കാണേണ്ടത്. എന്നെ ദുഷ്ടന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും പാപത്തിന്റെ മഹത്വത്തിന്റെ ലംഘനത്തിന്റെ അകാഠിന്യത്തിൽ നിന്നും എൻ്റെ അപമാനം നിറഞ്ഞ ആ ജീവിതത്തിനകത്തു നിന്നെല്ലാം എന്നെ വിളിച്ച് എനിക്കൊരു പുതിയ നാമം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടത്. ഇന്ന് ഈ 17-ാം ദിവസത്തിന്റെ പ്രാർത്ഥനയുടെ പ്രഭാത സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം പലരോടും സംസാരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ
എനിക്ക് ദിവസവും എന്ന പ്രാർത്ഥന റിക്വസ്റ്റുകൾ അവരെ ലൗകികമായിരിക്കുന്ന ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കർത്താവിന്റെ ദാസനെ, എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണം, എനിക്ക് ദൈവിക സാന്നിധ്യം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കണം എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ആരും പ്രാർത്ഥനയ്ക്കായി റിക്വസ്റ്റുകൾ അയക്കാറില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ സഭകളിൽ കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് യോഗത്തിന് പിന്നിലെ കഥ പരിശുദ്ധി ആത്മാവിന് വേണ്ടി ജനം കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇന്നത്തെ സഭകളിൽ തലമുറയ്ക്ക് വേണ്ടി അങ്ങനൊരു പ്രാർത്ഥനയില്ല. എല്ലാവരും ചിന്തിക്കുന്ന കോൺഫറൻസുകളിൽ പൈസ കൊടുത്താൽ കൈവച്ച് കിട്ടുന്ന സാധനമാണ് പരിശുദ്ധാത്മാവെന്നാണ്. കാത്തിരുന്ന് പ്രാപിക്കുവാനുള്ളതാണ് പരിശുദ്ധാത്മാവ്. ക്രമീകരണം പ്രാപിക്കാനുള്ളതാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഈ ലോകത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ലോകം നമ്മുടെ പിന്നാലെ വരും. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ത് വിഷയത്തെ ചൊല്ലിയാണ് നാം ഇന്ന് വ്യാകുലപ്പെടുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ ഏത് വിഷയമാണ്? നാം എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഇവിടുത്തെ ചോദ്യം, മറിയം നീ എന്തിനാ കരയുന്നേ? ഞാൻ കരയുന്നത് വസ്ത്രത്തിന് വേണ്ടിയല്ല, ഞാൻ കരയുന്നത് ഈ പാർപ്പിടത്തിന് വേണ്ടിയല്ല, ഞാൻ കരുതുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, ഞാൻ കരുതുന്നത് എൻ്റെ മക്കളുടെ തലമുറയുടെ പഠനത്തിന് വേണ്ടിയല്ല, ഞാൻ കരയുന്നത് ലോകത്തിന്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ കരയുന്നത് എനിക്ക് എൻ്റെ യേശുവിനെ വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യം യേശുക്രിസ്തുവിന്റെ വിലപ്പെട്ട സാന്നിധ്യമാണ്. നാം എല്ലാവരും ദൈവം ഈ ദിവസങ്ങളിൽ യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എൻ്റെ സകല ആവശ്യങ്ങളും നിറവേറപ്പെടും. അവനെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിനൊരു മുടക്കം വരികയില്ല. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊരു മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറകൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവനെ നടത്തുന്നു. ഇന്ന് പകൽക്കാലം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് പിന്നാലെ വരും. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.